1965 പുറത്തിറങ്ങിയ തൊമ്മൻ്റെ മക്കൾ എന്ന ചിത്രത്തിലെ ഗാനവിഭാഗം കൈകാര്യം ചെയ്തത് വയലാർ ബാബുരാജ് ടീമായിരുന്നു. എന്നാൽ ഇതിലൊരു ഗാനം മാത്രം ചിട്ടപ്പെടുത്തിയത് വർഗീസ് മാളിയേക്കൽ ജോബ് മാസ്റ്റർ ടീമായിരുന്നു. വർഗീസ് മാളിയേക്കലിൻ്റെ സ്വർഗീയ സന്ദേശം എന്ന ഗാനസമാഹാരത്തിൽ നിന്നും ഈ ഗാനം തിരഞ്ഞെടുത്തത് ചിത്രത്തിൻ്റെ സംവിധായകനായ ശശികുമാർ തന്നെയായിരുന്നു. എസ് ജാനകിയുടെ ശബ്ദത്തിൽ പിന്നീട് പ്രശസ്തമായ ഈ ഗാനം ഇന്നും നമ്മുടെ പല പള്ളികളിലും മുഴങ്ങിക്കേൾക്കുന്നു. ആയിരത്തി 1972 പുറത്തിറങ്ങിയ ജ്ഞാനഒളി എന്ന തമിഴ് ചിത്രം സംവിധാനം ചെയ്തത് ശ്രീ പി മാധവനായിരുന്നു. ഇതിലെ ഹീറോ ശിവാജി ഗണേശനും ഹീറോയിൻ ശാരദയുമായിരുന്നു. എസ് വിശ്വനാഥൻ, കണ്ണദാസൻ ടീമിൻ്റെ ഗാനങ്ങൾ. ഇതിൽ ശിവാജി ഗണേശൻ്റെ അഭിനയ മുദ്ര പല സ്ഥലങ്ങളിലും ദൃശ്യമായിരുന്നു. പ്രത്യേകിച്ചും ഗാനരംഗങ്ങൾ, അദ്ദേഹത്തിൻ്റെ ആരാധകരെല്ലാം തൃപ്തിപ്പെടുന്ന വിധത്തിലുള്ള ഗാനങ്ങൾ, പാട്ടും ഡയലോഗും എല്ലാം ചേർന്നുള്ള ഗാനങ്ങൾ. ഇതിൽ പ്രത്യേകിച്ചൊരു ഗാനമുണ്ട്, ദേവനെ കൊഞ്ചം പാരുങ്കൾ എന്ന ഗാനം. ശിവാജി ഗണേശൻ ഇന്ന വിധത്തിലെല്ലാം അഭിനയിച്ചേക്കാം എന്ന ഊഹത്തിൽ ഇത്രയും മനോഹരമായി ഈ ഗാനം ആലപിച്ച ശ്രീ ടി.എം. സൗന്ദരരാജന് ഒരു മാർക്ക് കൂടുതൽ. ദേവനേ എന്നെ പാരുങ്കൾ, എൻ പാവങ്ങൾ തമ്മൈ വാങ്ങിക്കൊള്ളുങ്കൾ. ദേവനേ എന്നെ പാരുങ്കൾ, എൻ പാവങ്ങൾ തമ്മൈ വാങ്ങിക്കൊള്ളുങ്കൾ. ஆயிரம் நன்மை தீமைகள் நாங்கள் செய்கின்றோம், நீங்கள் அறிவீர், மன்னித்தருள்வீர். உங்கள் மந்தையில் இருந்து 2 ஆடுகள் வேறு வேறு பாதையில் போய்விட்டன. இரண்டும் சந்தித்த போது பேச முடியவில்லையே. தாய் மடியிலே மழலைகள் ஊமையோ, உறவிலும் நினைவுகள்
செல்வங்கள் குவிந்தது, மாளிகை வந்தது, சேவை புரிந்திட சேவகர் 1000 தேடி கொண்டாடிட நண்பர்கள் வந்தனர். 1000 இருந்தும் வசதிகள் இருந்தும் no peace of mind. தேவனே என்னை பாருங்கள், என் பாவங்கள் தம்மை வாங்கிக் கொள்ளுங்கள். கண்களில் கண்ணீர் இல்லையே, இந்த உள்ளமும் இதை தாங்கவில்லையே. கொண்டு வா, இல்லை கொண்டு போ, உன் கோவிலில் வந்து சேவை செய்கின்றேன். முல்லை வளைத்தொரு மகுடம் அணிந்ததும், ஆணி அடித்தொரு சிலுவை அறைந்ததும், அன்று நடந்தது ஆடி துடித்தது, இன்று நடப்பது நெஞ்சு துடிக்குது. தேவனே என்னை பாருங்கள், என் பாவங்கள் தம்மை வாங்கிக் கொள்ளுங்கள், என் பாவங்கள் தம்மை வாங்கிக் கொள்ளுங்கள்.